ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിവിനും കാവേരിയും കൂടെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ രാഗിണി എടുക്കുകയാണ്. അതിനുശേഷം കാവേരി ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിവിൻ്റെ അടുത്ത് കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. അന്നേരം രാഗിണിക്ക് മനസ്സിലാവണം ഇവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല എന്നുള്ളത്. കാവേരി പോയിട്ട് ഒന്നും കൂടെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് പോകുകയാണ്. നിവിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ശേഷം കാവേരി പിന്നെ കൂടെ രാഗിണി ചെല്ലാണ് കേട്ടോ. കാവേരി മേഡം എന്ന് വിളിച്ചിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കാവേരിനോട്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, അതൊന്നും നിൻ്റെ വിഷയമല്ലല്ലോ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നീ അന്വേഷിച്ചാൽ മതി. ഞാൻ എവിടെ പോകുന്നു എന്നുള്ള കാര്യമൊന്നും നീ അന്വേഷിക്കേണ്ട. അല്ല, സാധാരണ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് തൊഴുക. നിനക്ക് എന്ത് കാര്യമായിട്ട് സാധിക്കാനുള്ളത്? നിന്നോട് ഞാൻ പറഞ്ഞില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതിയെന്ന്. നിന്നെ ഞാനൊരു എതിരാളിയായിട്ട് കണ്ടിട്ടില്ല. ഞാനൊരു എതിരാളിയായിട്ട് നിന്നിരുന്നെങ്കിലേ നിനക്കിപ്പോൾ നിനക്ക് ജീവിതം കിട്ടൂലായിരുന്നു എന്ന് തന്നെ പറയാണ് കേട്ടോ. അയാളെവിടെ? പിന്നെ നിൻ്റെ കല്യാണം നീ ആഗ്രഹിച്ച പോലെ നടന്നില്ലേ, പിന്നെ നീ എന്തിനാണ് എൻ്റെ പിന്നിൽ കൂടെ നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കാവേരി പോയിട്ടാ. അപ്പോൾ രാഗിണിക്ക് മനസ്സിലാവും കാവേരി വിചാരിച്ചിരിക്കുന്നത് നിവിനായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്ന്. വേഗം തന്നെ നിവിൻ്റെ അടുത്തേക്ക് രാഗിണി ചെല്ലാണ് കേട്ടോ. എന്നിട്ട് നിവിൻ്റെ അടുത്ത് വന്നിട്ട് നിവിൻ വിളിക്കുമ്പോഴേക്കും നിവിൻ ഞെട്ടി നിൽക്കാം കേട്ടോ. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിവിൻ, നീ എന്തിനാ ഇവിടെ വന്നുത്തിരിക്കുന്നത്? കാവേരിനെ ആലോചിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്ക് ശല്യം എന്ന് പറഞ്ഞിട്ട് നിവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിർത്താണ് കേട്ടോ. എന്താടി നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയാം കേട്ടോ. നിനക്കെന്താ എൻ്റെ മുഖം കാണുമ്പോൾ ചാണകത്തി ചവിട്ടിയ പോലെ? ചാണകത്തി തന്നെയാണ് ചവിട്ടുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് മുഖം എന്ന് പറയാൻ കേട്ടോ. നീ കാവേരിനെ അന്വേഷിച്ച് നടക്കായിരിക്കില്ല? അതെ, കാവേരിനെ അന്വേഷിച്ച് നടക്കാണ്. കാവേരി ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. ഓ കണ്ടുപിടിക്കും. ഈ ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്, കാവേരി ഞാൻ കണ്ടുപിടിക്കും. ഞങ്ങൾ ഒരുമിച്ച് വിവാഹം നടക്കുകയും ചെയ്യും. ഈ അമ്പലത്തിൽ വെച്ച് തന്നെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കിട്ടും. അപ്പോൾ രാഗിണി പറയാണ്, അതെ, അതിന് ഈ ദൈവത്തിന് നിങ്ങൾ തമ്മിൽ ഒരുമിക്കണമെന്ന് യാതൊരുവിധ ഇഷ്ടമില്ല. അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടടാ എന്ന് പറയട്ടോ. തെളിവോ? എന്ത് തെളിവെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാഗിണി ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ് കേട്ടോ, സത്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരുമിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് മൊബൈലിൽ അവർ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരിക്കുന്നൊരു ഫോട്ടോ എടുത്തിട്ട് അത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് കണ്ട് നിവിനെ ആകെ ഞെട്ടിത്തെറിച്ചെടുക്കാട്ടോ. കാവേരി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കാൻ കേട്ടോ. കാവേരി എന്ന് നോക്കിയിട്ട് അപ്പോൾ പറഞ്ഞ്, കാവേരി ഇവിടെ വന്നിരുന്നു? കാവേരി വന്നിരുന്നു, പക്ഷേ ജസ്റ്റ് മിസ് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നിവിനാണെന്നുണ്ടെങ്കിൽ രാഗിണിയുടെ അടുത്തൊന്നും നിൽക്കാതെ കാവേരി എന്ന് വിളിച്ചും കേട്ടോ അവിടെ ഒക്കെ ഓടി നടക്കാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാധമ്മനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് യമുന വന്ന് വിളിക്കുന്ന സമയത്ത് രാധമ്മ പറയാം, വേണ്ട മോളെ, എനിക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല എന്ന് പറയാം കേട്ടോ. എൻ്റെ മോൾക്ക് വേദന താങ്ങാനുള്ള കഴിവുണ്ടാവും. എല്ലും തൊലിയുമായിട്ടുള്ള ശരീരമാണ്, അവൾക്ക് ഈ വേദനയൊക്കെ താങ്ങാൻ പറ്റുമോ? രാധമ്മ എന്നെയും കൂടെ വിഷമിപ്പിക്കില്ല അച്ഛമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് യമുന പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവളെ ഒരുപാട് വഴക്ക് പറയായിരുന്നു. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമായിട്ട് വയ്യ, എൻ്റെ മോള് എന്തെടുക്കായിരിക്കും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഈ വേദന താങ്ങാനുള്ള ശക്തി ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ യമുന രാധമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് വിനീത് അവിടേക്ക് വരികയാണ് കേട്ടോ. വിനീത് വരുമ്പോൾ ആ പണം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കിട്ടിയെന്ന് പറയും, പിന്നെ കിട്ടിയില്ല എന്ന് പറയും, പിന്നെ കിട്ടുമെന്ന് പറയും. അപ്പോൾ തപ്പിപ്പിടുത്തം കണ്ട് യമുന ചോദിക്കുകയാണ്, എന്താ കാര്യം? എനിക്കറിയാം പണം കിട്ടിയിട്ടില്ലയെന്ന്. അപ്പോൾ വിനീതൊന്നും ഞെട്ടുട്ടോ. അല്ല, ഗംഗേച്ചി പറഞ്ഞ ആളെ കിട്ടുള്ളൂ. ഗംഗ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, അവിടെ അലക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിനീത് ഗംഗയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ. എൻ്റെ വിനീതയുടെ സ്വഭാവത്തിലൊരു മാറ്റം പോലെ, എന്തോ വിഷമുള്ള പോലെ. അത് നീളാര ഓപ്പറേഷനല്ലേ, അവൻ സ്വന്തം മോളെ പോലെയല്ലേ കൊണ്ട് നടക്കണമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും ഗംഗയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. ഗംഗയുടെ അടുത്ത് ചെല്ലുമ്പോൾ വിനീതേട്ടാ എന്താ എന്ന് ചോദിക്കും കേട്ടോ. അത് പിന്നെ വിനീത് ഇങ്ങനെ പറയട്ടോ. അത് പിന്നെ ഗംഗയെ എന്താ കാര്യം എന്ന് ചോദിക്കാണ്ട്, ആ പണം എനിക്ക് കിട്ടൂല ഗംഗയെന്ന് പറയും. കിട്ടൂലേ? അത് പോയി എന്ന് പറയട്ടോ. പോയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. അതിന് ആ OTP പറഞ്ഞു കൊടുത്തോടുകൂടിയിട്ട് ആ പണം അക്കൗണ്ടിൽ പോയോ എന്ന് പറഞ്ഞോടുകൂടിയിട്ട് ഗംഗ അലറി വിളിച്ച് കറിയാണ് കേട്ടോ. മണ്ട തിരുമണ്ട, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾക്ക് ഒരു തറിയെങ്കിൽ വിവരമുണ്ടോ, ബോധമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ നിങ്ങൾ? തിരുമണ്ടനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. ഈ താലി ഞാൻ കഴുത്തിൽ ഏന്തിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ദൈവമേ, കാവേരി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജയപാൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങിച്ചെടുത്തത്. ഇനി എൻ്റെ നിളമോളുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തും? എങ്ങനെ അത് നടക്കും?
എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? താൻ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ പറയോ? ഇതുകൊണ്ടാണ് ഞാൻ ആ പട്ടിക്കാട്ടുകാരനെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അതുപോലെ തന്നെ ആയില്ലേ? ഞാൻ ഇങ്ങനെ ഒരു മണ്ടനെയാണല്ലോ എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ വിനീത് പറയും, സോറി ഗംഗ, സോറി. എന്ത് നിസ്സാരമായിട്ടാണ് നിങ്ങളൊരു സോറി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഗംഗ ചെന്നിട്ട് കിണറിൻ്റെ ഒരു തൂണുമ്പോൾ തലയിടിക്കണം കേട്ടോ. അപ്പോൾ വിനീത് വന്നിട്ട് പിടിച്ചു മാറ്റും, വിനീത് തള്ളി പുറത്താക്കാണ് കേട്ടോ. അപ്പോൾ വിനീത് വീണ്ടും ചെല്ലണം, ഗംഗെ സോറി ഗംഗെ, അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാപ്പ് പറയണം. നിങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്, ഗംഗെ എന്ന് വിളിക്കട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കണ്ട, എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങളെപ്പോലെ ഒരു തിരുമണ്ടനെ എനിക്കിനി ഭർത്താവായിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് തള്ളാണ് കേട്ടോ. അപ്പോൾ വിനീത് ചെന്ന് വീഴുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വിനീത് ആലോചിച്ചതാണ് കേട്ടോ. അവിടെ തന്നെ നിന്നും കഴിഞ്ഞിട്ട് ഗംഗ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു രൂപം വിനീതിൻ്റെ മനസ്സിൽ തോന്നിയാണ്. അങ്ങനെ വിനീത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗംഗ വന്നിട്ട്, എന്താ വിനീതേട്ടാ എന്താന്ന് നോക്കിയാൽ, ഒന്നുമില്ല. വിനീത് മനസ്സിൽ പറയട്ടോ, എനിക്ക് ആ കാര്യം ഗംഗയോട് തുറന്ന് പറയാൻ പറ്റൂല എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് വിനീത് അവിടെ നിന്ന് ഇറങ്ങി പോകട്ടോ. പിന്നെ കാണിക്കുന്നത് രാഗിണിയാണ് കേട്ടോ. രാഗിണിയുടെ വീട്ടിൽ രാഗിണി ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന കാണുമ്പോൾ ജയപാലം വന്ന് ചോദിക്കുക, എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, മോൾക്ക് ഭക്ഷണം വേണ്ട നമ്മ പറഞ്ഞല്ലോ, വിശപ്പില്ല അച്ഛാ, എന്താ മോള് തിരുവനന്തപുരത്തിന് പോയതെന്ന് ചോദിക്കാം കേട്ടോ. അച്ഛനോട് വിളിക്കേണ്ട, അച്ഛനല്ലാതെ പറഞ്ഞു എന്ന് പറയട്ടോ. അച്ഛാ ഞാൻ നിവിനെ കാണാൻ പോയതാ. നിവിനെയോ? അവന് കാവേരിനെ അന്വേഷിച്ച് അവിടെ നടക്കാം. പക്ഷേ എന്തോ ജസ്റ്റ് മിസ്, അവർ തമ്മിൽ കാണാനിടയായില്ല എന്ന് പറയണ്ട. ആണോ? അതെ, അവർ രണ്ടുപേരും ഒരേ അമ്പലത്തിലുണ്ടായിരുന്നു അച്ഛാ, പക്ഷെ അവർ തമ്മിൽ കണ്ടില്ല. നിവിൻ കാവേരിനെ അന്വേഷിച്ച് എടുക്കുക, അവർ തമ്മിൽ കണ്ടുമുട്ടും അച്ഛാ, അവർ തമ്മിൽ കല്യാണം കഴിക്കും. എനിക്ക് എന്നല്ലേ വേണ്ടാതെ ഉള്ളൂ. ഈ കാണപ്പെട്ട സ്വത്തുക്കൾ മുഴുവനും കാവേരിക്ക് കൊടുക്കും അവൻ, രാജിയാൻറ്റിക്ക് കുറേ സ്വത്തുക്കളില്ലേ, അപ്പോൾ അതൊക്കെ കാവേരിക്ക് കൊടുക്കും. അവർ തമ്മിലുള്ള പ്രശ്നം മാറും, അവർ സുഖമായിട്ട് ജീവിക്കും അച്ഛാ, ഞാനത് കാണേണ്ടി വരും എന്നൊക്കെ പറയും. മോൾ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് കാവേരി വിചാരിച്ചിരിക്കുന്നത്. ആണോ എന്ന് ചോദിക്കേണ്ട. അതെ, അവളതെന്നോട് പറയുകയും ചെയ്തു, നിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ എൻ്റെ പിന്നിൽ കൂടെ നടക്കണേന്ന്. അപ്പോൾ ജയപാലൻ പറയാണ് കേട്ടോ, അങ്ങനെയാണോ അവൾ വിചാരിച്ചിരിക്കുന്നത്? അതെ അച്ഛാ, അവൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നിവിൻ അവരെ അന്വേഷിച്ച് നടക്കല്ലേ, അപ്പോൾ നിവിനെ ജീവിച്ചിരുന്നാലല്ലേ അവൾ അന്വേഷിച്ച് നടക്കുള്ളൂ എന്ന് ജയപാലൻ പറയാൻ കേട്ടോ. നിവിനെ കൊല്ലാനായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് ജയപാലൻ. പിന്നെ കാണിക്കുന്നത് കാവേരി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണൊരു വഴി, നാളെ ബില്ലടയ്ക്കാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നിവിനല്ല വിനീത് വന്നിട്ട് കാവേരിനോട് പറയുന്നുണ്ട്, കാവേരി ഞാൻ ഗംഗയോടത് പറയട്ടെ, എനിക്ക് ഈ വീർപ്പും മുട്ടൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിങ്ങനെ പറയുമ്പോൾ കാവേരി പറഞ്ഞു, എന്താണ് വിനീതേട്ടൻ ഈ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ നിവിനാണെങ്കിൽ രാത്രിയാണെങ്കിലും കാവേരിനെ അന്വേഷിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയപാലനാണെന്നുണ്ടെങ്കിൽ നിവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഘവനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, നിന്നെ വേണ്ടാത്ത ഒരാൾ ജീവിച്ചിരുന്നാലും ജീവിച്ചിരുന്നില്ലെങ്കിലും എന്താ കുഴപ്പമെന്ന്. അപ്പോൾ നിവിനെ ആക്സിഡൻ്റ് ആക്കൂട്ടോ ജയപാലൻ. ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.